എനിക്കിങ്ങനെ നിക്കാൻ കഴിയുന്നില്ല. എനിക്ക് ലെവലാണ്ട് ശ്വാസം മുട്ടുന്നതാണ്. അതുകൊണ്ട് ഓക്കെ, നമ്മുടെ ഫാത്തിമ റിസ, ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തേ ഉള്ളായിരുന്നു. ഈ വീഡിയോ ചെയ്തിട്ടും വലിയ കാര്യമൊന്നും ഇല്ലെന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാം. എന്നാലും ഒരെണ്ണം കൂടെ ചെയ്ത് കഴിഞ്ഞേക്കാമെന്ന് കരുതി. വേറെ ഒന്നും കൊണ്ടല്ല, കാരണം ഇതുപോലുള്ള വിഷയങ്ങൾ എല്ലാവരും പറയും ഡാനി നല്ല കണ്ടന്റ് കൊണ്ടുപോകാൻ, നിനക്കൊന്നും വേറെ പണിയില്ലേ, ആ കണ്ടന്റ് ചെയ്യ്, ഈ കണ്ടന്റ് ചെയ്യ്, ഈ മറ്റേ കണ്ടന്റ് ചെയ്യ് എന്നൊക്കെ പറയും. നമ്മൾ ഓരോ കറക്റ്റ് കാര്യങ്ങൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഒരു മനുഷ്യനും കാണാനില്ല. നിങ്ങൾ കാണുന്നതിൻ്റെ ഒരു വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ല. ഇതുപോലുള്ള വിഷയങ്ങളൊന്നും ആർക്കും വേണ്ട. നമ്മൾ പല വീഡിയോയിലും വന്നിട്ട് ജസ്റ്റിസ് ഓരോ വ്യക്തിയുടെ പേരും പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ അതുപോലെ സപ്പോർട്ടും നീതിയൊക്കെ കിട്ടിയിട്ടുണ്ടുള്ള കാര്യം ഞാൻ പറയാമല്ലോ. പക്ഷേ ആൾക്കാർക്ക് എപ്പോഴും ഈ അവിധത്തിൻ്റെയും മറ്റേത് മറിച്ച് അതൊക്കെ കാണാനേ ഉള്ളൂ ആൾക്കാർക്ക് രീതി. നമ്മൾ 1, 2, 3, 4 വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഇരുന്ന് കാണും. കമൻറ്റിടാൻ വേറെ പണിയില്ലടാ, അടുത്ത കണ്ടന്റ് ഇടയെന്ന് പറയും. ഒരു കൊച്ചാണ് മരിച്ചത്, കണ്ണൂർ 20 വയസ്സുള്ളൊരു കുട്ടി മരിച്ചു. ഒരു മനുഷ്യർ പോലും ഇല്ല ആ ഒരു വിഷയത്തിനെക്കുറിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും. നിങ്ങളുടെ സപ്പോർട്ടാണ് സത്യം പറഞ്ഞാൽ വേണ്ടത്. ഓക്കെ, ചെയ്യുന്നവർക്ക് ചെയ്യാം, അല്ലാതെ ഇപ്പോൾ തന്നെ സ്കിപ്പ് അടിച്ചു പോകാം. പറ്റുവാണെങ്കിൽ ജസ്റ്റിസ് ഫോർ ഫാത്തിമത്ത് റിസ എന്നൊന്ന് കമൻറ്റ് ഒന്ന് ഇടുക. പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ആർക്കെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന കണ്ണൂരുള്ള ആൾക്കാർക്കെങ്കിലും അയച്ചു കൊടുക്കുക. എന്തെങ്കിലും അറിയാമെങ്കിൽ ഡീറ്റെയിൽ തപ്പി പിടിച്ച് തന്നാലും കുറേ. ഞാൻ ഒരുപാട് ശ്രമിക്കുന്ന ഒരു കേസ് ഇട്ടിട്ട് അതാണ്. പിന്നെ എൻ്റെ വ്യൂ നോക്കണം. ലാസ്റ്റ് എൻ്റെ വീഡിയോയ്ക്ക് ഇത്രയും വ്യൂ പറഞ്ഞൊരു സംഭവം ഞാൻ ഈ അടുത്ത് കണ്ടിട്ടില്ല. 30 മിനിറ്റ് 140 മിനിറ്റ് വ്യൂ. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. എന്തായാലും നമ്മളിത് ചെയ്യും, കാണേണ്ടവർക്ക് കാണാം. ഓക്കെ, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സംഭവം കൂടെ ചെയ്തോ. ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്തു, ഒന്ന് ലൈക്കും ഒരു ഹൈപ്പും കൊടുത്തു. കാരണം എന്ന് വെച്ചാൽ ഈ വിഷയം എത്തണം, അതുകൊണ്ട് വേണ്ടി മാത്രമാണ്. ഒരു പെണ്ണ് അനുഭവിച്ചതിൻ്റെ ഒരു കാര്യം അവിടെ ഒരു വീഡിയോ പറയുന്നുണ്ട്. ഞാൻ അത് വെച്ചിട്ട് നമുക്ക് ഫാത്തിമയുടെ ന്യൂസിലോട്ട് വരാം. ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണണം. ഓരോ ഫാമിലിയോടും ഓരോ പെൺകുട്ടിയോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്. ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് ബ്ലർ ചെയ്യാമെന്ന് കരുതുക, വേറൊന്നുമല്ല. ഇത് വള്ളിയാവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. ആ പെണ്ണിൻ്റെ അവസ്ഥ കണ്ടില്ലേ? വീട്ടുകാര് വീടിന്റെ അകലെയുള്ള ഒരു റൂമില് ഒരു പെണ്ണിനെ കൂട്ടിയിട്ടതാണ് കാണുന്നത്. ദിവസങ്ങളോളം മാസങ്ങളോളം ഇതിനെ പട്ടിണിക്കിടുകയും ചെയ്തു. ഒരു കൈ കൊണ്ട് മറ്റേ കൈയിലെ കെട്ടഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൈ ഒരു സൈഡിലേക്ക് മറ്റേ കൈ വേറെ സൈഡിലേക്കുമായിട്ടാണ് കെട്ടി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ പെൺകുട്ടി ഒളിച്ചോടി പോയതാണെന്നും അവിഹിതം ഉണ്ടെന്നും ഈ ഭർത്ത വീട്ടുകാര് നാട്ടുകാരോട് മുഴുവൻ വരുത്തി തീർത്തു. അപ്പൊ നാട്ടുകാരെല്ലാരും കൂടി ചേർന്ന് നടത്തിയ തെരച്ചില് ഒരു വീട്ടിൽ ഇങ്ങനെ അടച്ചിട്ടതായിട്ട് കണ്ടെത്തുകയും പിന്നീട് ഈ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. നിലവില് ഭർത്താവിന്റെ വീട്ടിൽ പീഡനം അനുഭവിക്കുന്ന എല്ലാ പെൺകുട്ടികളെയും എല്ലാ സ്ത്രീകളെയും അവർ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവിഹിതം ഉണ്ട് എന്നുള്ളത്. അത് അവിഹിതം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉണ്ട് എന്നുള്ളത് ആ ലേഡി അവിടുന്ന് ഡിവോഴ്സ് ആയിട്ട് പോയാലോ അല്ലെങ്കിൽ ആ സ്വീകരണം പോലുള്ള കാര്യസാധ്യങ്ങൾ ഉണ്ടെങ്കിലോ ഉറപ്പായി ആ പെണ്ണിന് അവിഹിതം ഉണ്ട്. അതുകൊണ്ടാണ് അവൾ ഇവിടെ നിൽക്കാത്തത്. അവൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാണ്. അവൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാറില്ല. എങ്ങനെയാണ് പറയാം. എന്റെ ഒരു പേഴ്സണൽ അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ദിവസം പട്ടിണി കിടന്നിട്ടുണ്ട്. എന്നെ പട്ടിണി കിട്ടിയിട്ടുണ്ട്. ഉപദ്രവിക്കപ്പെട്ട മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയ സമയത്ത്, അതായത് എന്റെ ഷോൾഡറിൽ നിന്നൊക്കെ കൈയൊക്കെ വിട്ടുപോയി, ദേഹമാസകലം ഇഞ്ചുറി ആയി, പല പ്രശ്നങ്ങളും ആയതുകൊണ്ടായിരിക്കും എന്തോ എനിക്ക് അവിഹിതം ഉണ്ടെന്ന് ഇതുവരെ അവർ പറഞ്ഞില്ല. അതെന്നെ വലിയൊരു സമാധാനം. അത് മാത്രം ഞാൻ കേൾക്കേണ്ടി വന്നില്ല. എല്ലാവരും അറിഞ്ഞു പോയല്ലോ ഇത്രയൊക്കെ പറ്റി, എനിക്ക് ഇഞ്ചുറികളൊക്കെ പറ്റി എന്നുള്ളത് എല്ലാവരും അറിഞ്ഞു. അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ 17-14 ലോകവും കണ്ടിട്ടായിരിക്കും ആ കുഞ്ഞിനെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവുക. പിന്നെ അവൾക്ക് ഒരു അസാമാന്യ ധൈര്യമാണ്. ഈ ഭദ്രകാളിയുടെ ധൈര്യം എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ഒരു ധൈര്യമാണ് പെണ്ണിനെ. കുഞ്ഞിനെ കൂടി പട്ടിണി കിടന്നു എന്ന് കാണുമ്പോൾ എന്നെ പോലെ ഒരു അമ്മയും സഹിച്ചോണ്ട് നിൽക്കില്ല. അവിഹിതമാണ്, ഒളിച്ചോടി പോയി എന്നൊക്കെ പറഞ്ഞാണ് ഈ പെണ്ണിനെ റൂമിലിട്ട് പൂട്ടിയിരിക്കുന്നത്. എന്തായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ ഒരു അന്വേഷണമല്ലേ? തൂക്കിക്കൊല്ലാനുള്ള വിധിയൊന്നും വരുത്താൻ പോണില്ലല്ലോ. ശരീരത്തിൽ ഉപദ്രവിക്കപ്പെട്ട പാടുമായിട്ട് മനസ്സിലേറ്റ ട്രോമയുമായിട്ട് ഈ പെണ്ണ് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ജീവിക്കും. ഇത് ചെയ്തു കൂട്ടിയ ആൾക്കാരോ കുറച്ച് കേസ് കറിയാം, പിന്നെ അവർ സുഖമായിട്ട് ജീവിക്കും. അതാണ് ഇന്ത്യയിലെ നിയമം എന്ന് പറയുന്നത്. അവനവന്റെ തടി നോക്കിയാ അവനവനെ ജീവിക്കാം. ഓക്കെ ഗേൾസ്, ഇഫ് യു ആർ ഫേസിംഗ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ യു ക്യാൻ എസ്കേപ്പ് ഇമ്മീഡിയറ്റ്ലി ഓൺ സ്പോട്ട്. ഓക്കെ, നമ്മൾ നാട്ടുകാരെ വീട്ടുകാരെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. എസ്കേപ്പ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, അവർ പറഞ്ഞ കറക്റ്റ് കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരുവാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ലോകത്തെ എല്ലാ പെണ്ണുങ്ങളും പുണ്യാളത്തിയാണെന്ന് ഞാൻ പറയത്തില്ല, അത് വേറെ കാര്യങ്ങളൊക്കെ തന്നെ. അവൾമാരും ഒട്ടും മോശമൊന്നുമല്ല. ചില കാര്യങ്ങളൊക്കെ ചിലവർ വെറും പാവങ്ങളായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്, പെട്ടുപോയി നിൽക്കുന്ന ഒരാൾ. എന്നാലും ആ 20 വയസ്സുകാരി ആ കൊച്ചിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടപ്പോൾ എൻ്റെ ചങ്ക കത്തിപ്പോയത്. പറയാൻ മനസ്സിലായോ? എല്ലാവരും പറയും നിനക്ക് റീച്ചിന് വേണ്ടി നീ ഇതും അതും ഒക്കെ ചെയ്യുന്നവനാണെന്നൊക്കെ ഉള്ള നമ്മൾ പല വീഡിയോയിലും പറഞ്ഞു. എല്ലാവരും പറഞ്ഞു റീച്ചല്ലേ മോനെ, റീച്ചല്ലേ മുഖ്യം എന്നൊക്കെ പറയുക ചെയ്യും. റീച്ചല്ല മെയിനായിട്ട് ഞങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊന്നും അത് കാണാറില്ല. നിങ്ങൾക്ക് ആരെങ്കിലും അവിധം അതൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യം. അത് വെച്ച് വരുമ്പോൾ കുറേ എണ്ണം വന്നിട്ട് പിന്നെ വീഴുകയും ചെയ്യും. ഓക്കെ, ഞാനൊന്നും പറയുന്നൊന്നുമില്ല. എന്തായാലും ഇപ്പോഴാണെങ്കിലും ജസ്റ്റിസ് ഇടാത്തവരൊന്ന് കമൻറ്റ് ഇട്ടോട്ടെ. ജസ്റ്റിസ് ഫോർ ഫാത്തിമ റിസ എന്നും കൂടെ എന്തായാലും ആ ന്യൂസൊക്കെ ഒന്ന് കേൾക്കാം. എനിക്കിങ്ങനെ നിക്കാൻ കഴിയുന്നില്ല. എനിക്ക് ലെവലാണ്ട് ശ്വാസം മുട്ടുന്നതാണ്. അതുകൊണ്ട് എനിക്ക് കഴിയുന്നില്ല. ആരെന്റെ പേര് നിൽക്കൂലാണ്. എനിക്കിങ്ങനെ കുറ്റം മാത്രം ഇങ്ങോട്ട് നിൽക്കാൻ കഴിയുന്നില്ല. ഓ ചെയ്താലും അതിന് കുറ്റം എനിക്ക് സംശയവും. ഞാൻ ചെയ്യുന്നതിനൊന്നുമില്ല.
അതൊക്കെ തീരെ ഇഷ്ടമില്ല ചെയ്യാൻ. നമുക്ക് ഇനി നോക്കണം. ഞാൻ വെച്ചു എൻ്റെ ഉപ്പ് കരിയൂലെ പോലെ. ഓനിക്ക് സന്തോഷമായിരിക്കും, പക്ഷെ എൻ്റെ ഉപ്പയും കരിയൂലെ. കണ്ണൂർ പൊയ്ത്തുകടവിലെ ഫാത്തിമത്തുൽ ഹിസ എന്ന 20 വയസ്സുകാരി വിവാഹം കഴിഞ്ഞ് 8 മാസം തികയുമ്പോഴാണ് സ്വന്തം വീട്ടിൽ തൂങ്ങി മരിക്കുന്നത്. ഭർത്താവിന്റെ പീഡനവും ഭർത്താവിന്റെ ലഹരി ഉപയോഗം എതിർത്തതിലുള്ള കാരണവുമാണ് ഈ തരത്തിൽ ഭർത്താവിന്റെ പീഡനം ഉണ്ടാകാൻ കാരണമെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഒരു ആത്മഹത്യക്കുറിപ്പും അവരുടെ ചില ശബ്ദ സന്ദേശങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അവരുടെ മാതാവും അതോടൊപ്പം തന്നെ ബന്ധുവുമാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ചേരുന്നത്. ആദ്യം ഉമ്മയോട് ചോദിക്കും, എന്തായിരുന്നു മകൾ പറഞ്ഞിരുന്നത്? എന്തെങ്കിലും വിഷയങ്ങൾ ഉള്ളതായിട്ട് മകൾ പറഞ്ഞിരുന്നോ? മോളോളൊന്നും വിഷമങ്ങളൊന്നും എന്നോട് പറയലൊന്നുമില്ല. ഒന്നും ഇതുവരെ 6 മാസത്തിലൊന്നും പറയില്ല. നമ്മളിത് അന്ന് രാവിലെ വൈകുന്നേരം വരെ എൻ്റെ ഒരുമിച്ച് കാല് ബെഡ്റൂമിൽ ഉണ്ടായതാണ്. വൈകുന്നേരം വരെ എനിക്ക് കുളിക്കണം, നൈറ്റ് ഇട്ട് മേലേക്ക് ഫോൺ കൈയും പിടിച്ചിട്ട് പോയ മോളാണ്. പിന്നെ ഇറങ്ങുന്നത് ഏട്ടൻ്റെ ഭാര്യയും ഉമ്മയും വന്നിനെയും. അങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ചായലും കുടിച്ചിട്ട് വീട്ടിലേക്ക് ആദ്യം പോയി. അവർ പോയിക്കതിന് ശേഷം ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ആ മോള് വന്നില്ല. പിന്നെ ആങ്ങളെയും ഭാര്യയും വന്ന ശേഷം ഓളോടുത്ത് പറഞ്ഞാൽ അമ്മ മോള് കുളിക്കുന്നു പറഞ്ഞു. ഇത്ര സമയം വെച്ച് ഇവിടെ മേലേക്ക് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയതാണ്. പിന്നെ ഞാൻ പോയിക്കാനാണ് എൻ്റെ പാട്ടിൽ പറഞ്ഞു കൊടുക്കണാണ്. ഓനങ്ങനെ നല്ലവനായിട്ട് ജീവിക്കണ്ടാണ്. അതൊക്കെ പൊറുക്കാൻ കയ്യിലാണ്. ഓനങ്ങനെ സുഖിക്കണ്ടാണ്. അന്നെ ഇല്ലാണ്ടാക്കിയിട്ടും സുഖിക്കണ്ടാണ്. ഓരോ കാലം പൊഴിപ്പിച്ചിട്ട് ചീത്ത വെച്ചിട്ട് ഇങ്ങനെ നിൽക്കാനൊക്കെ കഴിയുന്നില്ല. നീ എന്തായാലും ചെയ്ത ഉപ്പാനോട് ഉപ്പയും എന്നെ പഠിക്കുക വിചാരിക്കുമ്പോ ഓനെന്തായാലും ഓനെന്നെ പറ്റി കുറ്റം പറഞ്ഞു. ഉപ്പാനും മനസ്സിൽ വരെ എന്നെ പഠിക്കാക്കും. നീ അങ്ങനെ ചെയ്യാൻ വിടലാണ്. എനിക്ക് എന്നോടാ പറയാൻ കഴിയും. നീ എന്തായാലും പണിട്ട് പറഞ്ഞു കൊടുക്കണത്. എൻ്റെ റൂമില് ആച്ചിന്റെ ഡ്രസ് വെക്കുന്നതിന്റെ താഴെ കല്യാണത്തിന്റെ ലഹങ്ക വെച്ചതിന്റെ ഉള്ളോട്ടായിട്ടൊരു റെഡ് കവർ ഉണ്ട്. അതില് 2 പേപ്പർ ഉണ്ട്. അത് നീ എടുത്തിട്ട് ഉപ്പാക്ക് കൊടുക്കണം. അതൊക്കെ തീരെ ഇഷ്ടമില്ല ചെയ്യാൻ. നമുക്ക് ഇനി നോക്കണം. ഞാൻ വെച്ചു എൻ്റെ ഉപ്പ് കരിയൂലെ പോലെ. ഓനിക്ക് സന്തോഷമായിരിക്കും, പക്ഷെ എൻ്റെ ഉപ്പയും കരിയൂലെ. ഇനി ഉപ്പയും ആയാലും ഓരോന്റെ വാക്കുകൊണ്ട് തന്നെ ഇതാക്കിയാലും ഭാഷ എനിക്ക് വേണ്ടി കഴിയൂലേ. അവരെക്കും ചെയ്യാൻ തോന്നില്ല, പക്ഷെ എനിക്ക് ചെയ്യാണ്ടിരിക്കാനും കഴിയുന്നില്ല. ചെയ്യാണ്ടെന്നിട്ട് എന്തിനാ ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഒരു തീരാൻ കഴിയൂല. കുട്ടിയുടെ ഒരു ഓഡിയോ, വാട്സാപ്പ് ഓഡിയോ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഞാൻ എന്നോട് ഒരു ഇത് ഒന്നും ഒരു കാര്യം ഈ പേപ്പറിൻ്റെ കാര്യം പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ? മറ്റേ പേപ്പറല്ലേ, ആ പേപ്പർ ഉപ്പാനും കൂടെ കൊണ്ട് കൊടുക്കും. അവൻ അത്ര നല്ലവനാവേണ്ടെന്നുള്ള രീതിയിലാണ്. ഒന്നാമത് നമുക്ക് ലാംഗ്വേജ് തന്നെ മലയാളമാണ്, പക്ഷെ നമുക്ക് അങ്ങോട്ട് മനസ്സിലാവത്തില്ല. ശ്രദ്ധിക്കണം ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ. ഉമ്മ പറയുന്ന ബാക്കിയും കൂടെ വെക്കാം. കാര്യം പറയില്ല. എന്തായിരുന്നു ഭർത്താവുമായിട്ട് എന്തായിരുന്നു പ്രശ്നം മകൾക്കുണ്ടായിരുന്നു? അങ്ങനെ പ്രശ്നം നമ്മളെ മുന്നിൽ കാണിക്കുന്നില്ല. അങ്ങനെ ടെൻഷനൊന്നുള്ള രീതി നമ്മളെ മുന്നിൽ ഒന്നും കാണിക്കുന്നില്ല. ഉപ്പാനും ഉമ്മാനും ഒന്നും വിഷമിപ്പിക്കുന്നില്ല. നമ്മളെ എൻ്റെ വിഷമം മാറ്റും. അത്രയും നല്ല മോളാ. നിലവിലെ അവസ്ഥ എന്താണ്? നിലവിലെ അവസ്ഥ വെച്ചാൽ ജനുവരി 8-നാണ് ലുസിയുടെ കല്യാണം കഴിഞ്ഞത്. അതിന് 1 മാസം പിന്നിട്ട ശേഷം ഇവർക്ക് മർദ്ദനുണ്ടെന്ന സുഹൃത്തുക്കളോട് പറഞ്ഞത്. ഏപ്രിൽ 11 മോള് വിസിറ്റിങ്ങിന് ദുബായിലേക്ക് പോയി. അവിടുന്ന് സുഹൃത്തുക്കൾ റൂമിലേക്ക് വരുമ്പോൾ, അപ്പോൾ സുഹൃത്തുക്കൾ റൂമിലേക്ക് വന്നിട്ട് അവിടുന്ന് MDMA ഉപയോഗിക്കലും ഇവള് അതിനെ പറ്റിയിട്ട് എതിർക്കുകയും ചെയ്യുമ്പോൾ അവിടുന്ന് മർദ്ദനുണ്ടെന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞത്. അങ്ങനെ ഇതെല്ലാം ഉപ്പാനും ഉമ്മാനും അറിയിക്കാണ്ട് കുട്ടി ഒരു വിഷമം വീട്ടുകാരോട് പറയില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല. നല്ല സോഷ്യൽ ചിരിച്ചുകൊണ്ടാണ് ഇവിടെ ഉണ്ടായത്. ഇതിലും സുഹൃത്തുക്കളോട് എല്ലാം പറയും, പങ്കിടും. ഇങ്ങനെ എന്നെ വല്ലാണ്ട് മർദ്ദിക്കുന്നു, ചീത്ത വിളിക്കുന്നുണ്ട്, MDMA ഉപയോഗിച്ചിട്ട് ഞാൻ എതിർക്കുമ്പോൾ വല്ലാണ്ട് മർദ്ദനുണ്ടായിരുന്നു. ഇത് ഉപ്പാനും ഉമ്മാനും അറിയിക്കരുത്. ഉപ്പാക്ക് സൂലാത്തതാണ്. അതുകൊണ്ട് ഉപ്പാനും ഉമ്മാനും ബുദ്ധിമുട്ടരുത്. ഉപ്പാക്ക് സൂലാത്തൻ്റെ ഒപ്പം എന്തെങ്കിലും ആയിപ്പോ അതുകൊണ്ട് വീട്ടുകാരെ അറിയിക്കേണ്ടെന്നിട്ടാണ് പിന്നെ നമ്മുടെ മോള് പറഞ്ഞത്. അതിനു മുമ്പേ പിന്നെ മാർച്ച് 2-ാം തീയതി ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇതേപോലെ ആത്മഹത്യ ശ്രമിച്ചിന്, കഴിഞ്ഞ നേരം കുറിച്ചിട്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് പറയുകയും ചെയ്തായിരുന്നു. ഇങ്ങനെ മാർച്ച് 2 ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1.5 മാസം പോലും ആയില്ല. അതിനുമ്പോഴത്തേക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ. ഇപ്പോഴും കുറേ ആൾക്കാർ ഇത് രഹസ്യമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, ഈ ലഹരി. ഒരുപാട് ആൾക്കാർ. ഇവിടെ ഓരോരുത്തവനെയും പൂട്ടിക്കൊണ്ടിരിക്കുക. ഈ തുഫാൻ തുടങ്ങിയ സമയത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വെറും നമ്പർ പരിപാടികൾ മാത്രമേ ഉള്ളൂ, കോൺഗ്രസ്സുകാർ കണ്ണി പൊടിയിടാൻ വേണ്ടി. പക്ഷെ അവരത് ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോഴല്ല, ഇനി 5 കൊല്ലം ഇത് നല്ല രീതിയിൽ പോകും. നിങ്ങൾ കണ്ടോ? എൻ്റെ ഒരു ഊഹം 5 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് കേരളം ഒരു 85% ക്ലീൻ ആയിരിക്കും. ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അവനെ ഇനി വരുത്തണം. മരുമോനെ അങ്ങ് ദുബായിൽ നിന്ന് ഇനി വരുത്തിയിട്ട് അവനെ അങ്ങ് ഇടിച്ച് പിഴിയണം. അങ്ങ് ഇത് കൃത്യമായിട്ട് ലെറ്റർ എഴുതിയിട്ടുണ്ട്.
ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഇത് മിംസ് ചാല മിംസ് ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത്, അവിടെ നിന്ന് ട്രീറ്റ്മെന്റ് എടുത്തുന്നിട്ട് ഇതൊന്നും ഞങ്ങളറിയില്ല. നമ്മളോട് ഒരു വിഷമം നമ്മളെ മോള് പറഞ്ഞില്ല. ഭർത്താവിന്റെ വീട്ടുകാരും ഈ കാര്യം പറഞ്ഞില്ലേ? അവർ ഈ സമയമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം നടന്നു പറഞ്ഞില്ല. അവർ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് കുട്ടീനെ നിയന്ത്രിച്ചു കൊണ്ടുപോകും, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. ഭർത്താവിന്റെ ലഹരി ഇടപാടുകളാണോ, ലഹരി ഉപയോഗിക്കലായിരുന്നു, എന്തായിരുന്നു ഉണ്ടായിരുന്നത്? നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ്? മനസ്സിലാക്കിയാൽ ഓരോ സുഹൃത്തുക്കൾക്ക് വോയിസ് ക്ലിപ്പ് ഉണ്ടെങ്കിൽ പിന്നെ ആസിഫിന്റെ കൂട്ടുകാർ അവിടെ വരും. ഈ ലഹരി ഉപയോഗം അല്ലെങ്കിൽ ഇവർ കണ്ടോണ്ട് എതിർത്തോണ്ടാണ് ഇവർക്ക് വല്ലാത്ത മർദ്ദനം, ഇവരെ ഭീഷണിപ്പെടുത്തല്. ഈ ഭീഷണിയെല്ലാം ഉണ്ടായത് ഇയാളുടെ വീട്ടിൽ വെച്ചാണോ ഗൾഫിൽ വെച്ചാണോ? ഗൾഫിൽ വെച്ചിട്ട് അതാകുമ്പോൾ പിന്നെ ചോദിക്കാനും പറയാനും ആരും കാണത്തില്ലല്ലോ. ഒരുത്തിൻ്റെ കൂടെ പോകുന്ന ഗൾഫിലാണ്, വേറെ ആരെയും പരിചയമില്ല. പിന്നെ അവൻ്റെ കുറച്ച് സുഹൃത്തുക്കളും മരുന്നടി എന്ന് പറഞ്ഞാൽ പിന്നെ ബാത്റൂമിൽ അവരെല്ലാം മരുന്നടിയും കാര്യങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നത്. പണ്ട് കാലത്തൊക്കെ ഇത് തുടങ്ങിയ സമയത്തൊക്കെ കുപ്പിക്കകത്ത് വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ട് കുഴലൊക്കെ ഉണ്ടാക്കി പേനയുടെ ഇതൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയാം. കുറേ ആൾക്കാർ നമ്മൾ കണ്ടിട്ടും ഉണ്ടായിരുന്നു. കുറേ ആൾക്കാരെയൊക്കെ ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. പക്ഷെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോയാലോ, അടിക്കുന്നവനാണെങ്കിൽ അടിക്കും. കൂട്ടുകാരുടെ മുമ്പിൽ ഒരു സിഗരറ്റ് വലിക്കുന്നത്, അല്ലെങ്കിൽ 2 പെഗ് കൂടുതൽ അടിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സാധനം വലിച്ചെടുക്കുന്നത് മാസമെന്ന് വിചാരിക്കുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. സത്യമായിട്ട് പറഞ്ഞുള്ള കാര്യമാണ്. പറയാൻ മനസ്സിലായോ? ഓക്കെ, എന്തായാലും ആ കുട്ടിക്ക് നീതി കിട്ടട്ടെ. ഞാനപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇത് ചെയ്യും. പക്ഷേ ഓഡിയൻസിന് ഇതിനൊന്നും വലിയ താല്പര്യമൊന്നുമില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എല്ലാവർക്കും അവീതൊക്കെ കാര്യം ആർക്കെങ്കിലും ലവക്കിൽ അത് എന്തെങ്കിലും പറ്റുക കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷേ ഇതിനൊന്നും ഒരു മനുഷ്യൻ്റെ സപ്പോർട്ട് ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഓക്കെ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഗൈസ്.